Hi, Namaste, welcome back viewers, welcome back to my channel Vinchera. ഫോറക്സ് മാർക്കറ്റിൽ ആക്യുറേറ്റ് ആയിട്ട് എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ USD/JPY മൊമെന്റിലൂടെ കാണിക്കുന്നത്. അപ്പോൾ കറൻസി പേഴ്സിൽ ഞാൻ മെയിനായിട്ട് നോക്കുന്ന ഒരു പേരാണ് USD/JPY. അതേപോലെ യൂറോ എക്സ്ചേഞ്ച് GBP/USD ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ USD/JPY മിക്കവാറും നമുക്ക് ട്രേഡ് കിട്ടുന്നതാണ്. ഇതിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് വെച്ച് നോക്കിയാൽ നമുക്ക് 1 ഹവറിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആക്യുറേറ്റ് ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന 1 ഹവറിലെ പെർഫോമൻസ് ആണ്. അപ്പോൾ 1 ഹവറിൽ ലാസ്റ്റ് വന്ന ബൈ നോക്കുകയാണ് അപ്രോക്സിമേറ്റ് 2-ാം തീയതി ശേഷം മാർക്കറ്റ് ബൈ തന്നെയാണ്. നല്ലൊരു കണ്ടിന്യൂസ് ആയിട്ട് ബൈ പോയിട്ടുണ്ട്. ടോട്ടൽ 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 147 എടുത്ത ട്രേഡ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 152 നിൽക്കുന്നു. അപ്പോൾ ഇപ്പോഴും കണ്ടിന്യൂസ് ആണ്, മാർക്കറ്റ് ബൈ തന്നെയാണ്. ഇതിന് മുമ്പ് ഡൗൺ പോയി 2, 3, 4 ദിവസം ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പ് ബൈ പോയിട്ടുണ്ട്. നമുക്ക് 1 ഹവറിൽ നിന്ന് മിക്കവാറും ട്രേഡ് കിട്ടിയൊരു പേരാണ് USD/JPY. അപ്പോൾ ഹോൾഡ് ചെയ്യുന്നവർക്ക് നല്ല ഹ്യൂജ് റിട്ടേൺസ് എടുക്കാൻ പറ്റുന്ന ഒരു പേരാണ്. അപ്പോൾ USD/JPY നോക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വന്ന ബൈസിക്കിളാണ് ഈ മുകളിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ബൈസിക്കിളിലെ ഡീറ്റെയിൽസ് ആണ് 2-ാം തീയതി വന്ന അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റും. പക്ഷേ സിഗ്നൽസ് വന്നതിന് ശേഷം നമുക്ക് കൺഫർമേഷൻ കിട്ടിയത് പിറ്റേ ദിവസമാണ്. അവിടെ നിന്നാണ് മാർക്കറ്റ് കയറിയത്. അവിടെ നിന്ന് ഇടയ്ക്കൊന്ന് ഇറങ്ങാൻ നോക്കിയെങ്കിൽ പിന്നെയും താഴെ ഗ്രീൻ തന്നെയാണ് ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പിറ്റേ ദിവസവും കയറി, അതിന് പിറ്റേ ദിവസം മാർക്കറ്റ് അവിടുന്ന് പിന്നെ ഒറ്റ കയറ്റമായിരുന്നു. അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കയറ്റി. ഇപ്പോഴാണ് മാർക്കറ്റ്, ഇന്നാണ് മാർക്കറ്റ് സൈഡ് വേസ് കാണിക്കുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കയറുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊന്ന് മാർക്കറ്റ് ഇറങ്ങാൻ നോക്കുന്നു. അതുകൊണ്ട് ഓറഞ്ച് കളർ കാണിച്ചു. ഓറഞ്ച് കളർ, വൈറ്റ് കളർ, അതേപോലെ ബ്ലൂ കളർ, ഹോളോ ക്യാൻസൽ, ഈ 4 കളേഴ്സും സൈഡ് വേസ് ആയിട്ട് കണക്കാക്കാം. മാർക്കറ്റിന്റെ റിവേഴ്സൽ ചാൻസ് ആണ്. അവിടെ നമുക്ക് ആ ട്രേഡ് നമ്മൾ എടുത്തിരിക്കുമ്പോൾ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാനായിട്ടൊരു അവസരമാണ് നമുക്ക് എക്സ്ട്രാ കളറിലൂടെ തരുന്നത്. അപ്പം നമുക്ക് ഇത് സോഫ്റ്റ്വെയർ വർക്ക്ഔട്ട് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് ലൈവിൽ കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സെൽ ഇൻഡിക്കേഷൻ വന്നാലും സെയിം തന്നെ സെൽ ഇൻഡിക്കേഷൻ സെല്ല് വന്ന സമയത്ത് നമുക്ക് ആ റെഡുമായിട്ട് മാച്ച് ആണ്. ഇപ്പം ഇവിടെ സെല്ല് വന്ന സമയത്ത് നമുക്ക് ആ കൺഫേം ആയിരുന്നില്ല, ഓറഞ്ച് ആയിരുന്നു. പിറ്റേ ദിവസം സപ്പോർട്ട് അടിച്ച് താട്ടിറങ്ങിയപ്പോൾ കൺഫേം ആയി. അവിടുന്ന് പിന്നെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് 3 ദിവസം കണ്ടിന്യൂഷൻ ഡൗൺ ആയിരുന്നു. 4-ാമത്തെ ദിവസം മാർക്കറ്റ് മോർണിംഗിൽ ഇറങ്ങിയ ശേഷമാണ് പിന്നെ നമുക്കൊരു ബൈ സൈഡ് തന്നത്. അവിടുന്ന് പിറ്റേ ദിവസമാണ് മാർക്കറ്റ് കയറിപ്പോയിരിക്കുന്നത്. നല്ല ട്രേഡ് ആയിരുന്നു. അതിന് മുമ്പും ഉണ്ടായിരുന്നു ബൈ. ഇപ്പോൾ USD/JPY നമുക്ക് പുറകിലത്തെ പെർഫോമൻസ്, പാസ്റ്റ് പെർഫോമൻസ് ഒക്കെ നമുക്ക് മിക്കവാറും ട്രേഡ് കിട്ടുന്ന 1 ഹവറിലൂടെയൊക്കെ നമുക്ക് നല്ല റിട്ടേൺ എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡ് ഇതിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ള ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യണമെന്ന് കോൺടാക്ട് ചെയ്താൽ മതി. സെയിം മെത്തേഡ് സാർ, ഫോറക്സ് മാത്രമല്ല നമുക്ക് എല്ലാ മാർക്കറ്റിലും ഒരു സപ്പോർട്ടാണ്. ഇതിൽ ഫോറക്സിന് കൂടുതൽ ആക്യുറേറ്റ് ആ ടൈം ഫ്രെയിം വരുന്ന 1 ഹവറും 30 മിനിറ്റ്സ് ആണ്. 30 ആണ് ഞാൻ കൂടുതൽ വെക്കാറ്, 1 ഹവറും വെക്കാറുണ്ട്. 2 ടൈം ഫ്രെയിം നമുക്ക് സജസ്റ്റ് ചെയ്യാം. 2ഉം ആക്യുറേറ്റ് ടൈം ഫ്രെയിം ആണ്. അതേപോലെ 5 മിനിറ്റ്സ് സ്കാൽപ്പിംഗ് ആണ്. 5-15 ഒക്കെ ചെറിയ ട്രേഡാണ്. പക്ഷേ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് ചെയ്യാൻ നമുക്ക് ഏത് മാർക്കറ്റിലും കൂടെ ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എടുക്കാം. ഷോർട്ടോ ലോങ് പൊസിഷനോ എങ്ങനെ വേണേൽ നമുക്ക് എടുത്ത് നല്ല റിട്ടേൺ എടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.